നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ EV വണ്ടിയെ കുറിച്ച് നല്ല കേട്ടോ വീഡിയോ, എന്നാൽ ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നു EVയുമായിട്ട്. ഇന്നത്തെ ദിവസം ജൂൺ 5, എല്ലാവർക്കും അറിയാം, ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്കൂള് കോട്ടക്കൽ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നഗരസഭ ഇന്നത്തെ അവരുടെ ഫലവൃക്ഷ തൈ നടൽ അതിൻ്റെ നഗരസഭാതല ഉദ്ഘാടനം നടത്തുന്നത് കോട്ടൂർ സ്കൂളിലാണ്. നഗരസഭയുടെ ആദരണീയനായ ചെയർമാൻ KK നാസറാണത് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കോട്ടക്കലെ കൃഷി ഓഫീസർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ചടങ്ങ് കൂടെ നടക്കുന്നുണ്ട്. ലെക്സോൺ ടാറ്റ കോട്ടക്കൽ അവരുടെ ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആഘോഷം നടത്തുന്നത് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടാണ്, കോട്ടൂർ സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. സെയിൽസ് സ്റ്റാഫ് ഫാസിൽ, നേരത്തെ പരിചയപ്പെടുത്തിയ ഫാസിൽ എന്നെ വിളിച്ചു. പക്ഷേ എങ്ങനെ ഞങ്ങൾ ഈ വർഷം അവിടെയാണ് നടത്തുന്നത്, ഞങ്ങൾ കുറച്ച് മരത്തൈകൾ, ഫലവൃക്ഷ തൈകൾ നടാനുള്ളൊരു അവസരം അവിടെ ഒരുക്കി തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളിലെ നാച്ചുറൽ ക്ലബിൻ്റെ കൺവീനറായ സമീർ മട്ടുൽ മാഷയാണ് അവർക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ഇന്ന് കോട്ടൂർ സ്കൂളിൽ വൈവിധ്യ ഉദ്യാനം നിർമ്മിക്കുകയാണ്. അതിലേക്ക് 25 നല്ല ഫലവൃക്ഷ തൈകളാണ് ലെക്സോൺ ടാറ്റ സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഈ ഫലവൃക്ഷ തൈകൾ ഇതിന് മുന്നേ പല വർഷങ്ങളിൽ നട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാവലുണ്ട്, നെല്ലിയുണ്ട്, നല്ല ചക്ക ഉണ്ട്. ചക്കയുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞൊരു ഹരിതവിദ്യാലയത്തിൻ്റെ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടിരുന്നു. മാങ്ങ ഉണ്ട്, പിന്നെ അമ്പാഴ ഉണ്ട്, ചാമ്പക്ക ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഫലവൃക്ഷങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട്. അതിൽ വ്യത്യസ്തമായ കുറേ പുതിയ തരം നല്ല അടിപൊളി ഫലവൃക്ഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ വർഷം നടുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ പലരും പറയും, നിങ്ങൾ ടാറ്റയെ പൊക്കി പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലെക്സോൺ ടാറ്റ ഇതൊക്കെ തരുന്നത്, നിങ്ങളുടെ സ്കൂളിലേക്ക് ഇതൊക്കെ തരുന്നത് എന്ന് പറയുന്നുണ്ടാവും. സത്യത്തിൽ ടാറ്റയെ പൊക്കി പറയല്ല, ടാറ്റയെ കുറിച്ച് എൻ്റെ അനുഭവം ഉള്ളതുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ പോസിറ്റീവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോസിറ്റീവും പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് പറഞ്ഞു, പക്ഷേ നിങ്ങൾ പറയുന്നതല്ല ടാറ്റ, നിങ്ങൾക്കത് അനുഭവപ്പെടണമെങ്കിൽ 7000 പോരാ, നിങ്ങളൊരു 35,000 40,000 കിലോമീറ്റർ ഓടിച്ചിട്ട് നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ഓടിച്ചിട്ട് പറയൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനും 1,00,000 കിലോമീറ്റർ ഓടിച്ചിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ അനുഭവമെങ്കിൽ, 25,000 30,000 ഓടുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഉണ്ടാകുന്ന അനുഭവം അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഞാനത് പറയും, ടാറ്റയെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. അതിലൊന്നും സംശയവും വേണ്ട. ഞാൻ ഈ 4 വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും അല്ല കേട്ടോ ലെക്സോൺ ടാറ്റ ഈ ഒരു പ്രോഗ്രാമിന് കോട്ടൂർ സ്കൂളിൽ സെലക്ട് ചെയ്തത്. ലെക്സോൺ ടാറ്റ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അവർ കൃത്യമായൊരു ബിസിനസ് കണ്ണ് അതിലവർ കണ്ടിട്ടുണ്ടാവാം, അതിന് സംശയമൊന്നുമില്ല. കാരണം 7000 കുട്ടികൾ പഠിക്കുന്ന 250 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണ് കോട്ടൂർ AKMHSS എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് അവർ ഇത്രയും വില കൂടിയ ഫലവൃക്ഷ തൈകൾ നൽകണമെങ്കിൽ കൃത്യമായൊരു ബിസിനസ് പ്ലാൻ അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ മാത്രമല്ല, പഞ്ച് EV അല്ലെങ്കിൽ ടാറ്റ വണ്ടികൾ, ടാറ്റ EVകൾ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ കുറേ ടാറ്റ EV ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ന്യൂ പഞ്ച് EV ഫസ്റ്റ് ഇറക്കി ഞാനാണ്. ഇന്നലെ ഒരു ന്യൂ പഞ്ച് EV സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുരളിമാഷ വണ്ടി ഡെലിവറി ചെയ്ത് കിട്ടി. മൂപ്പര കയ്യിൽ ഇന്നലെ വണ്ടിയുടെ സ്കൂളിൽ വന്നിരുന്നത്. ഇനി 2 ടീച്ചേഴ്സ് കൂടെ പഞ്ച് EV ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഉടൻ അത് ഇറങ്ങുന്നുണ്ട്. നമ്മളെ ഷൈനി ടീച്ചറും അമ്പിളി ടീച്ചറുടെ വണ്ടി ഇപ്പോൾ ഉടൻ ഇറങ്ങും. ഇന്ന് വൈകുന്നേരം ഷെഫീഖ് മാഷ് ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പഞ്ച് EV തന്നെയാണ്. പിന്നെ ഓൾറെഡി അവിടെ പഞ്ച് EV തന്നെ പഴയ മോഡൽ 2 പഞ്ച് EV സമീർ മാഷടുത്തും ഷുഹൈബ് മാഷടുത്തും ഉണ്ട്. EVകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മറ്റ് കുറച്ച് ടാറ്റ പിന്നെ EVകളൂടെ ഉണ്ട്. ടിയാഗോ ഉണ്ട് 2, ശുഭ ടീച്ചറുടെ അടുത്തും അതുപോലെ ജിസ്മിത് മാഷടുത്തും ടിയാഗോ ഉണ്ട്. നൗഷാദ് മാഷടുത്ത് 2022 ആദ്യ ബാച്ചിൽ ഇറങ്ങിയ നെക്സോൺ EV ഉണ്ട്. ഇത്രയും വണ്ടികൾ നമ്മുടെ സ്കൂൾ ഓൾറെഡി ഉണ്ട്. ഇനി കുറേ ആളുകൾ ഈ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പല ടീച്ചേഴ്സും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെന്ത് ചെയ്തത്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും ഫലവൃക്ഷങ്ങൾ അവർ നൽകിയത്. പിന്നെ ടീച്ചേഴ്സിന് കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു ആഘോഷം അവർ സംഘടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കോട്ടക്കൽ നഗരസഭ ചെയർമാൻ ശ്രീ KK നാസർ അവർകളെ വളരെ കൃത്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് മുഴുവൻ സ്കൂളുകളിൽ നടക്കുകയാണ്. ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കൾ, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. എല്ലാവർക്കും ഇത് കൂടാതെ പുതിയൊരു ഉദ്യാനം, അതായത് വിവിധ ഇടങ്ങളായിട്ടുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഉദ്യാനം കൂടെ നോക്കുന്നുണ്ട്. മരങ്ങൾ നമുക്ക് നൽകി ഈ സംരംഭവുമായി നമ്മോട് സഹകരിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഒരു ബിസിനസ് സ്ഥാപന നിലയിൽ അവരവരുടെ ഉൽപ്പന്നങ്ങൾ ടാറ്റ കാറുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഈ ഒരുപാട് അധ്യാപകർ അതിൻ്റെ കസ്റ്റമേഴ്സാണ്. ഇന്നും ഒന്ന് അറിയപ്പെട്ട വിദ്യ ടീച്ചറെ കൂടി അന്വേഷിച്ചു. അപ്പോൾ ടീച്ചർക്ക് അതിനെ കുറിച്ച് അതിൻ്റെ സംവിധാനം പറഞ്ഞപ്പോൾ മുരളിമാസം ഇറങ്ങി രണ്ടാള് അംഗി ടീച്ചറും അതുപോലെ കയ ടീച്ചറും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻറ്റ് കാറാണ്. ഇപ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി വെഹിക്കിളാണ്. നമുക്കറിയാം റേറ്റൊക്കെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകൾ അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ട്. ഇഫ് യു തിങ്ക് അബൌട്ട് EV തിങ്ക് ടാറ്റ എന്ന് പറയാറുള്ളത് അവിടെ അന്വേഷിക്കുക. അവരെ വേണ്ട സഹായങ്ങൾ ചെയ്യും. AK വന്നാൽ എനിക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും 240 ടീച്ചേഴ്സ് ഉണ്ട്. അവരെ കണ്ട് സംസാരിക്കുക, കൂടുതൽ കാര്യങ്ങൾ അറിയാം. വീണ്ടും ഒറ്റ വാക്കുകൊണ്ട് അവസാനിക്കാൻ തിങ്ക് EV തിങ്ക് ടാറ്റ. ഓക്കെ, അവസരത്തിൽ കൂടുതൽ ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫിൽ പലരും ഇവരെ വളരെ ഫെമിലിയർ ആണ്. ഫാസിലുണ്ട്, മുജീബ്, സഫാൻ, ഷായർ, ഇങ്ങനെ കുറേ ആൾക്കാരായിട്ട് ഇവിടെ നല്ല കണക്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഇവിടുന്ന് ഓൾറെഡി ടാറ്റ കസ്റ്റമേഴ്സാണ്, എക്സ്പീരിയൻസ്ഡ് കസ്റ്റമേഴ്സാണ്. സോ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ വെഹിക്കിളിനെ കുറിച്ച്. അതിന് നന്ദി പറയുന്നു. പിന്നെ നമുക്ക് ഇതുപോലുള്ളൊരു അവസരം കോർഡിനേറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഓഫീസറിന് ഒരു ചെറിയൊരു ഉപഹാരം നമ്മുടെ ലക്ഷ്യയുടെ ഭാഗമായിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. നമ്മുടെ ലെക്സോണ്ടാൻ്റെ കടന്ന സമ്മാനം ഒന്ന് അൺബോക്സ് ചെയ്യാണ്. ആദ്യത്തെ പഞ്ച് ഓർഡർ ഷുരീർ മാഷാണ്. ഫസ്റ്റത്തെ ചോക്ലേറ്റ് ഷുരീർ മാഷ്ക്കാണ് കൊടുക്കുന്നത്. ഇനി കയ്യിലപ്പുള്ളത് കൊടുക്കുന്നത് വ്യത്യാസമാണ്. അപ്പൊ അത് മാറ്റി പഞ്ചെടുക്കാൻ പോകണം. അതിന് വേണ്ടി മുപ്പിരിക്കാൻ അടുത്ത ചോക്ലേറ്റ്. അപ്പോൾ നമ്മുടെ ദാസർ മാഷാണ് ഇപ്പോൾ ഒരു EV സ്കൂട്ടർ ഉണ്ട്. അത് മാഷ്ക്ക് അതൊരു പിന്നെ EV കാറാക്കിയത് ആഗ്രഹമുണ്ട്. അപ്പൊ അത് പഞ്ചിലേക്ക് മാഷെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഷ്ക്ക് അടുത്ത ചോക്ലേറ്റ് ലെക്സോണിന്റെ ചോക്ലേറ്റ് ദാസർ മാഷ്. ഓക്കെ, താങ്ക് യു.
ഈ വർഷം അവസാനത്തോടു കൂടി പുതിയ പഞ്ച് കിട്ടുകയാണ്, പഞ്ച് EV. അപ്പൊ അതിന് നമ്മുടെ ലെക്സോണിന്റെ ചോക്ലേറ്റ് റഷീദ് മാഷ് കൊടുക്കും. ഈ ചോക്ലേറ്റ് ഇനി പഞ്ച് എടുക്കാനുള്ള എല്ലാവർക്കും കൊടുക്കുമോ? അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് കിട്ടി, അപ്പൊ ഇനി നമ്മൾ ഇതേപോലെ പുതിയ പുതിയ ആൾക്കാർ നമ്മൾ കൊടുക്കും. നമ്മുടെ സ്കൂളിൽ ഇനി അങ്ങനെയുള്ള താല്പര്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും. അതെ, ഇനിയും ലെക്സോൺ വരട്ടെ, ചോക്ലേറ്റ് വരട്ടെ. അതെ, നമ്മളെ ലെക്സോണിന്റെ ഒരു ടീഷർട്ട് അവരുടെ സമ്മാനമാണ്. ടീഷർട്ട്